ആദ്യം മുതലേ നമ്മൾ എന്താണോ സത്യം പറഞ്ഞത് അത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ ശരിക്കും ഈ കുടുംബാംഗങ്ങൾ നേരിട്ട ആ സാഹചര്യം സാധാരണ മറ്റേതെങ്കിലും ഒരു കുടുംബമാണെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ നടക്കുമായിരുന്നു. ഈ നമ്മൾ അത്രയും ഒരുപാട് രീതിയിൽ നമ്മളെ വേദനിപ്പിച്ച് കളഞ്ഞു. ഈ ഒരു കാര്യം സത്യം പറഞ്ഞിട്ട് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ആ സമയം പോയത്. ഇങ്ങനെ സമാനമായ സാഹചര്യം വേറെ എവിടെ ഉണ്ടായെന്ന് അറിയില്ല. അതുമാത്രമല്ല, ചാനലിൽ കൂടെ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. വളരെ വിളേച്ഛമായ നിന്ദ്യമായ വിധത്തിൽ അവരെ അച്ഛനെ കൊന്ന് ചുരുക്കി വെച്ചു എന്നാണ് ഒരാൾ ഇവിടെ ഉപയോഗിച്ച വാക്ക്. സമാധിയെ ഒരു ബിസിനസ്, ഒരു കച്ചവട സ്ഥാപനമാക്കാനല്ല താല്പര്യം. അങ്ങനെ സമാധി ആയ സമയത്ത് അത് ഈ മക്കളെ വിളിച്ച് ഉപദേശിച്ചു, നിങ്ങൾ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് സമാധി ഇരുത്താണ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന വിധത്തിലുള്ള പൂജാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വേണം സമാധി ഇരുത്തേണ്ടത്. നിങ്ങൾ സമാധി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അറിയിച്ചോളും. യാതനകൾ സഹിച്ച് ശരിക്കും 3 ജന്മം ചെയ്ത് തീർക്കുവാനുള്ള ജോലി 1 ജന്മം കൊണ്ട് ചെയ്ത് തീർത്ത അമ്പലമാണത്. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഇവർ സ്വസ്ഥമായി സമാധി ഇരുത്താൻ പറ്റില്ല. വ്യത്യസ്തമുള്ള അഭിപ്രായങ്ങളുണ്ടാകും. സമാധി ഇരുത്തൽ പോലും നടക്കില്ല. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് NG ഗിരീശൻ, കേരള ക്ഷേത്ര സമന്വയ സമിതിയുടെ ഒരു ഭാരവാഹിയാണ്. അതൊരു അഘോഷ സമന്വയ സമിതിയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റുമാണ്. ഈ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്ന് അതിൻ്റെ ഒരു ആശ്വാസത്തിനാണ് കുടുംബം. ആശ്വാസം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പ്രതീക്ഷിച്ച യഥാർത്ഥമായ വസ്തുത തന്നെ ഇന്ന് പുറം ലോകം അറിയുന്ന വിധത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന വിധത്തിൽ പുറത്തു വന്നു. അതാണ് ഇന്ന് ഈ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റിപ്പോർട്ടിനെ കുറിച്ച് കുടുംബം എന്താണ് പറയുക? അതായത് നമ്മൾ ആദ്യം മുതലേ നമ്മൾ എന്താണോ സത്യം പറഞ്ഞത് അത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇത് സത്യം തന്നെ എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു, ലോകത്തിന് മനസ്സിലായി. അതായത് ഈ സമാധി ആയ ഇത് ഒരുപാട് പേര് കളിയാക്കിയും വിവാദങ്ങളും ഭയങ്കര വിഷയങ്ങളാക്കിയും കളിയാക്കുന്നവർ ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു. സമാധി വെച്ചിട്ട് പണം ഉണ്ടാക്കുവാനാണ്, ബിസിനസ് ആക്കാനാണ്. ഒരിക്കലും സമാധിയെ ഒരു ബിസിനസ്, ഒരു കച്ചവട സ്ഥാപനമാക്കാനല്ല താല്പര്യം. അതായത് സമാധി എന്ന് പറയുന്നതും ഈ ക്ഷേത്രം എന്ന് പറയുന്നതും കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നും ഭക്തിയുടെ ഒരു സ്ഥലമാണ്. ഇത് ഭക്തിയാദരപൂർവ്വം ഭഗവാനെ നമിച്ച് ആരാധനകൾ ചെയ്തു പോകേണ്ട ഒരു സ്ഥലമാണ്. ഇതിന് ഒരിക്കലും ബിസിനസ് ആക്കാൻ താല്പര്യമില്ല. നമുക്ക് നിത്യോപജീവനത്തിനായി പശുക്കളുണ്ട്. പശുക്കളെ എങ്ങനെയാണോ പണ്ട് നിത്യോപജീവനം പശുക്കളെ വെച്ച് ഉപജീവന മാർഗം നടത്തിയത്, അതുപോലെ അധ്വാനിച്ച് തന്നെയാണ് ഈ ക്ഷേത്രത്തിനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അധ്വാനിച്ച് തന്നെ ജീവിക്കും. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ അമ്പലമല്ല. ഇത്രയും ഒരു വലിയ മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ 25-30 വർഷത്തിൻ്റെ ഒരു പഴക്കം വരും. ഈ 25 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫൗണ്ടേഷൻ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉയരോട്ടുള്ള ചുമരുകെട്ട്, അങ്ങനെയെല്ലാം ഓരോ ഘട്ടം പണം വരുന്നതനുസരിച്ച് ഒരു ഘട്ടം കെട്ടിയിട്ടിട്ട് പിന്നെ അടുത്ത വർഷം പൈസ ഉണ്ടാക്കി അടുത്ത വർഷം അടുത്ത ഘട്ട പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച് ശരിക്കും 3 ജന്മം ചെയ്ത് തീർക്കുവാനുള്ള ജോലി 1 ജന്മം കൊണ്ട് ചെയ്ത് തീർത്ത അമ്പലമാണത്. അത്രയും കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച ഒരു സ്വാമിയാണ് ഗോപൻ സ്വാമി. അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അധ്വാനിച്ച് തന്നെയാണ് ഇത് ക്ഷേത്രത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. കുടുംബം എന്നുള്ള രീതിയിൽ ഇപ്പം ആദ്യം തൊട്ട് തന്നെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പം അത് നേരിട്ട ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? മാനസികമായിട്ട് നല്ല പ്രയാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ അത്രയും ഒരുപാട് രീതിയിൽ നമ്മളെ വേദനിപ്പിച്ച് കളഞ്ഞു. ഈ ഒരു കാര്യം സത്യം പറഞ്ഞിട്ട് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ആ സമയം പോയത്. പക്ഷെ ഇപ്പം ഒരു സത്യം യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് വന്നപ്പം ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ശരിയായി എന്ന് നമുക്കൊരു സന്തോഷമുണ്ട്. ഇതിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഇപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തു വന്നത്. അപ്പം നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയത് എങ്ങനെയാണ്? ഇപ്പം നാട്ടുകാരാണോ അത് എവിടെയാണ് വലിയ പ്രശ്നമായിട്ട് വന്നു തുടങ്ങിയത്? പ്രശ്നം അവർക്ക് നാട്ടുകാർക്കായിരുന്നു ആദ്യത്തെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ്, അവരെ അറിയിച്ചില്ല, എഴുത്തില്ല ഇതെന്ന് പറഞ്ഞ അവര് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ ആദ്യം വന്നത്. അതിനോട് ഒന്ന് ചേർക്കാനുണ്ട്. ഈ ദുരൂഹമായിട്ട് സമാധി ഇരുത്തിയതാണ് ഏറ്റവും വലിയ ആരോപണം. പ്രകടമായിട്ട് ആര് കേട്ടാലും ശരിയുള്ള കാര്യം എന്ത് ഒരു 10 പേരെ വിളിച്ച് നാട്ടുകാർ അറിഞ്ഞ് ചെയ്യാത്തത്. ഇവിടെ സാഹചര്യം മനസ്സിലാക്കണം. ഇവരെന്ന് പറയുന്ന നാടക സമുദായത്തിൽ ഹിന്ദു നാടക സമുദായം. അപ്പോൾ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ ബഹുഭൂരിഷവും ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ആചാരപ്രകാരം അതിൻ്റെ അവസാന അന്ത്യകർമ്മങ്ങൾ അതിനുവേണ്ടി അവർ നിൽക്കും. ഇനി ഹിന്ദുക്കളാണ് കൂടുതൽ വന്ന് ഈഴവരും നായന്മാരും ഒക്കെ ഹിന്ദുക്കളാണ് വരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? അത് അഗ്നിക്ക് ഇരയാക്കാൻ അവർ നിൽക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടിയായിരുന്നത് മുതൽ വിധിയാമണ്ണമുള്ള പൂജകളെല്ലാം പാലിച്ചുകൊണ്ട് ആരാധന ധ്യാന മാർഗങ്ങളിൽ കൂടി മുന്നേറിയ ഒരു ജീവിതമാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ സമാധിക്ക് ഇരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സമാധി ആയ സമയത്ത് അദ്ദേഹം ഈ മക്കളെ വിളിച്ച് ഉപദേശിച്ചു, നിങ്ങൾ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് സമാധി ഇരുത്താണ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന വിധത്തിലുള്ള പൂജ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വേണം സമാധി ഇരുത്തേണ്ടത്. നിങ്ങൾ സമാധി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അറിയിച്ചോളൂ. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ സംഭവമാണ്, എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഇവർ സ്വസ്ഥമായിട്ട് സമാധി ഇരുത്താൻ പറ്റില്ല, വ്യത്യസ്തമുള്ള അഭിപ്രായങ്ങളുണ്ടാകും, സമാധി ഇരുത്തൽ പോലും നടക്കില്ല. ഇതാണ് വലിയ ദുരൂഹത എന്ന നിലയ്ക്ക് പലരും കൊട്ടിഘോഷിച്ചത്. അച്ഛൻ ചെന്നിരുന്ന സമാധിയായ സമയത്ത് അതായത് ഈ മുഹൂർത്തം, അതായത് സ്വർഗവാതിൽ ഏകാദശി, ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ പകൽ സമയം, ആ മഞ്ഞ പ്രഭ അടിച്ച് കിടന്ന സമയം, അതായത് ആ പ്രകൃതി പോലും അതിന് അനുകൂലമായിട്ട് ആണ് ഇരുന്നത്. അതായത് പഞ്ചപക്ഷികളായിട്ടുള്ള ചാതുരാഗ പക്ഷി, അതുപോലെ തന്നെ തത്ത, അതുപോലെ തന്നെ മൂങ്ങ, അത് പ്രകൃതിയുടെ ആ കുയിൽനാദം വരെ, അതായത് പഞ്ചപക്ഷികളെല്ലാം ചലിച്ചുകൊണ്ട് ഈ പ്രകൃതി പോലും അതിനോട് അനുകൂലമായിട്ടാണ് മഹാസമാധി ആയ സമയത്ത് സ്വർഗവാതിൽ ഏകാദശി തുറന്ന ആ സമയം. ആ പ്രകൃതി അത്രയ്ക്ക് മഞ്ഞ ഗോളങ്ങളോടുകൂടി പ്രകൃതിയെ ആകാശത്തേക്ക് നിരീക്ഷിച്ച സമയത്ത് അത്രയും ചൈതന്യമേറിയ സമയത്താണ് അച്ഛൻ ആ സമാധി ആയിരിക്കുന്നത്. അപ്പം അത് നമുക്കറിയാമായിരുന്നു. അതായത് ഒരാള് ഒരു നിമിഷം കൊണ്ടിട്ട് സന്യാസി ആയതോ അല്ലെങ്കിൽ ഇന്ന് സന്യാസിയായി ഇന്ന് സമാധി ഇരുന്നല്ല. അദ്ദേഹം വർഷങ്ങളോളം അത്രയും തപോ ഗുണങ്ങൾ ചെയ്ത് അത്രയും ഈശ്വരനെ ആരാധിച്ച് ഭക്തിയോടുകൂടി പൂജിച്ച് പ്രതിഷ്ഠ ചെയ്ത് പോയിട്ടുള്ള ആളാണ്. ആ ഒരാളിന് ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമുക്കൊരു സങ്കടമുണ്ട്. അതിലൊരു കാര്യം കൂടെ പറയാനുണ്ട്. ശരിക്കും ഈ കുടുംബാംഗങ്ങൾ നേരിട്ട ആ സാഹചര്യം സാധാരണ മറ്റേതെങ്കിലും ഒരു കുടുംബമാണെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ നടക്കുമായിരുന്നു. അത്രയും പ്രതികൂലമായിട്ട് ഈ ജീവത്യാഗം നടന്ന സമയത്ത് തന്നെ ഇവിടെ അതിക്രമിച്ച് കയറിയും വെല്ലുവിളിക്കുകയും ക്ഷേത്രമെല്ലാം അടച്ചുപൂട്ടിയിട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ പല മുതിർന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ സമാനമായ സാഹചര്യം വേറെ എവിടെ ഉണ്ടായെന്ന് അറിയില്ല. അതുമാത്രമല്ല, ചാനലിൽ കൂടെ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. വളരെ വിളേച്ഛമായ നിന്ദ്യമായ വിധത്തിൽ അവരെ അച്ഛനെ കൊന്ന് ചുരുക്കി വെച്ചു എന്നാണ് ഒരാൾ ഇവിടെ ഉപയോഗിച്ച വാക്ക്. അങ്ങനെ ഒരു നികൃഷ്ടമുള്ള പ്രചരണം നടന്നു. അതനുസരിച്ചുള്ള പ്രതികരണം ഇവിടെ നാനാ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ അവർ ഉറച്ച ഈശ്വരവിശ്വാസം കൊണ്ടും ഈശ്വരവിശ്വാസം നൽകിയ ദൃഢതയും ആത്മവിശ്വാസം കൊണ്ടും അതോടൊപ്പം തന്നെ ഈ സമുദായ നേതാക്കളുണ്ട്, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അതുപോലെ പുഞ്ചക്കരി രവീന്ദ്രൻ തുടങ്ങിയ സമുദായ നേതാക്കളും അതോടൊപ്പം ഞങ്ങളെപ്പോലെ ചിലരുമൊക്കെ ഇടപെട്ടതുകൊണ്ട് അങ്ങേയറ്റം മനോധൈര്യം നൽകാൻ ഇടയായതുകൊണ്ടാണ് ഈ കുടുംബത്തിന് ഇതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും ഒരിടത്തും ഇതുവരെയുള്ള അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. പ്രത്യേകിച്ച് പോലീസ് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെറ്റീഷൻ വരുന്ന അവസരത്തിൽ ചില ദുരുദ്ദേശത്തോടു കൂടി ഒരു കുടുംബത്തെ അല്ലെങ്കിൽ വ്യക്തിയെ കളങ്കപ്പെടുത്തുന്ന ലക്ഷ്യത്തോടുകൂടി വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ്, ഇൻറ്റൻഷൻ എന്താണെന്ന് പോലീസ് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ആ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചത് അറിയാൻ പറ്റും. ഈ തരത്തിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. കുടുംബാംഗങ്ങളോട് സംസാരിച്ച് സത്യാവസ്ഥ അറിയുക, 2 ഈ പെറ്റീഷൻ തരുന്നവരുടെ റോങ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ മനസ്സിലാക്കുക. ഈ 2 ഓപ്ഷൻസും കഴിഞ്ഞതിന് ശേഷം വേണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ബോഡി പരിശോധന കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ 2 ഓപ്ഷനിലേക്കും പ്രാഥമികമായി ചെയ്യേണ്ട 2 കാര്യങ്ങളിലേക്കും പോലീസ് കടന്നിരുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ്, ഒരു നിന്ദ്യമായുള്ള പ്രവൃത്തി കൂടെയാണ്.